പഠിക്കാൻ ബുക്ക് തുറക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഓർക്കുന്നത്. അമ്മയോട് സംസാരിക്കണമെന്നും അപ്പനോട് സംസാരിക്കണമെന്നും വീട്ടിൽ ജോലിയുണ്ടെന്നും മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നോ എന്നും അയ്യോ അയാൾക്ക് ആ ഒരു ഫയൽ അയച്ചു കൊടുക്കാൻ മറന്നുപോയല്ലോ, ഇയാൾക്ക് ഈ ഇമേജ് കൊടുക്കാൻ മറന്നുപോയല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ജോലികളും നമ്മൾ ഓർക്കുന്നത് നമ്മൾ പഠിക്കാൻ പുസ്തകം എടുത്ത് അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അനുഭവമുണ്ട്? പലരും പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. പഠിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓർക്കും, അതിൻ്റെ പുറകെയൊക്കെ പോകും, അവസാനം എൻ്റെ പഠിത്തം എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഈ പ്രശ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങൾ ഈ ഡിസ്ട്രാക്ഷൻസിൻ്റെ ഇടയ്ക്കിരുന്നാണ് പഠിക്കുന്നത് എങ്കിൽ, അതിപ്പം മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ ടി വി ആയിക്കോട്ടെ, അങ്ങനെ എന്തുമായിക്കോട്ടെ, മക്കളെ ഈ ഒരു സെഷൻ നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം. 2 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് ഫുൾ കോൺസെൻട്രേഷനിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതൊരു 8 മണിക്കൂറിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2ൽ നിന്ന് 8ലേക്ക് പോകാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കേരള PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഈ സെഷനിൽ പറഞ്ഞുതരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യേണ്ടത്. മക്കളെ കൃത്യമായിട്ട് കേട്ടിരുന്നോ. എൻ്റെ പേര് ജോബിൻ. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും ഒരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ കൂടപ്പറപ്പാണ്. അപ്പൊ അതിനെ മാറ്റാനായിട്ട് ഞാൻ പറയാൻ പോകുന്ന 8 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ 8 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ടൈമർ ഉണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ളതാണ്. ടൈം പീസ് എന്നൊക്കെ പറയും. നിങ്ങൾ മൊബൈൽ ഫോണിലാണ് പലപ്പോഴും ടൈം എത്ര ആയി എന്ന് നോക്കുന്നത്. മൊബൈൽ ഫോണിന് ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നു വീഴും. ഈ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ നേരെ പഠനത്തിൽ നിന്ന് മാറിയിട്ട് ആ കാര്യത്തിലേക്ക് അങ്ങ് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കാനിരിക്കുകയാണ്. നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം, ഒരു എക്സാമ്പിളാണ്. ഏത് പരീക്ഷയുള്ളവരും ഞാൻ ഈ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? മൊബൈൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിയുടെ മെസ്സേജാണ് അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ മെസ്സേജാണ്. നിങ്ങൾ ആ മെസ്സേജ് നോക്കിയപ്പോൾ അയ്യോ അവനെന്തോ പറയാൻ വന്നല്ലോ, ഞാൻ ആ മെസ്സേജ് ഒന്ന് എടുത്തു നോക്കി, ഞാനത് റീഡ് ചെയ്തതിന് ശേഷം ദ നെക്സ്റ്റ് മൊമെന്റ് മറ്റൊരു മെസ്സേജ് ബാക്കി താഴെ കാണും. അപ്പൊ ഞാൻ ആ മെസ്സേജ് കൂടി ഓപ്പൺ ചെയ്യും, അടുത്ത മെസ്സേജ് ഓപ്പൺ ചെയ്യും. അപ്പോഴാണ് മുകളിൽ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ നമ്മൾ രാവിലെ ഇട്ട പോസ്റ്റിന് ഒരു ലൈക്ക് വന്നതായിട്ട് കാണുന്നത്. ആരാ ലൈക്ക് ചെയ്തേ? നേരെ കയറി ക്ലിക്ക് ചെയ്തു. അവിടെ ഒരു റീല് കണ്ടു, 2 റീല് കണ്ടു, 3 റീല് കണ്ടു. മക്കളെ, ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നോക്കാൻ പോയ നിങ്ങൾ അരമണിക്കൂറോളം സമയം പോയതുപോലും അറിയാതെ എത്ര നാൾ ഇരുന്നു പോയിട്ടുണ്ട്. പഠനത്തിന്റെ സമയം എത്രയോ ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ തെറ്റാണ് എന്ന് താഴ്ക്കാൻ പറ്റിയത് ഒരിക്കലുമല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് സംഭവിച്ചിട്ടുള്ള റിയൽ കാര്യമാണ് ഞാൻ പറയുന്നത്. ആർ യു എഗ്രി വിത്ത് മീ? നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നമല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ടൈമർ വാങ്ങണം. മൊബൈൽ ഫോൺ വേണ്ട. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത്, ക്ലാസ് കാണുന്ന സമയമല്ല എങ്കിൽ ആ മൊബൈൽ ഫോൺ മാറ്റിവെച്ച് നിങ്ങൾ പ്യുവർലി പഠിക്കാനിരിക്കുന്ന സമയം, നിങ്ങൾ വായിക്കാനിരിക്കുന്ന സമയം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വേണ്ട. നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് മൊബൈൽ ഫോൺ വേണം, ക്ലിയർ ആണ്. പക്ഷെ നിങ്ങൾ ഈ വായിക്കുന്ന സമയം, നിങ്ങളുടെ ലെക്ചർ നോട്ട് വായിക്കുന്ന സമയം, ആ സമയത്തൊന്നും എന്ത് വേണ്ട, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വേണ്ട. മക്കളെ ഒരു ടൈമർ വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് അവിടെ പോമോഡോറോ പോലുള്ള ടെക്നിക്ക് അപ്ലൈ ചെയ്യും. 25 മിനിറ്റ് നിങ്ങൾ ടൈമർ വെച്ച് പഠി. ആ 25 മിനിറ്റിന് ടൈമർ അടിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേക്കാം, പഠിക്കണ്ട. പിന്നെ 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾ വേറെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തോ, മൊബൈൽ ഫോൺ നോക്കിക്കോ, പുറത്തു പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് വന്നിരിക്കുക, 25 മിനിറ്റ് വീണ്ടും പഠി, വീണ്ടും ടൈമർ സെറ്റ് ചെയ്യും, വീണ്ടും 5 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യും, പുറത്തു പോകും, തിരിച്ചു പോവാ. അങ്ങനെ ഒരു 4 തവണയാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ്, ഒരു അരമണിക്കൂറത്തേക്കോ 1 മണിക്കൂറത്തേക്കോ നിങ്ങൾക്ക് ഒരു ലോങ് ഗ്യാപ്പ് എടുക്കാം. ആ സമയത്ത് നിങ്ങൾ ടൈമർ, ഈ ഗ്യാപ്പിലും നിങ്ങൾ ടൈമർ വെക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാപ്പ് കഴിയുമ്പോൾ ടൈമർ അടിക്കും. ആ സമയത്ത് നിങ്ങൾ തിരിച്ചു വരാനായിട്ട് തയ്യാറാവും. അപ്പൊ നിങ്ങൾ ആദ്യം വാങ്ങേണ്ടത് ടൈമറാണ്. എന്നിട്ട് പോമോഡോറോ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുക, വീണ്ടും അടുത്ത് 25 മിനിറ്റ് പഠിക്കുക. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്യുക. ടൈമറിന്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടൈമർ എന്തുകൊണ്ടാണ് വേണമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ. രണ്ടാമത് വേണ്ട സാധനം സിലബസ് ആണ്. സിലബസ്, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഏതുമായിക്കോട്ടെ, നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ് പഠിക്കുന്നത്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ് പഠിക്കുന്നത്, ഡിഗ്രി ലെവൽ മെയിൻസ് കമ്പനി ബോർഡാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്,
SBCID ആണ്, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആണ്, ജയിലറാണ്, ഏതുമായിക്കോട്ടെ, LDC ആയിക്കോട്ടെ, VFA ആയിക്കോട്ടെ, ഏത് പരീക്ഷയും ആയിക്കോട്ടെ നിങ്ങൾ പഠിക്കുന്നത്, ആ പഠിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ സിലബസ് ഉണ്ടാവും. ആ സിലബസ് നിങ്ങൾ ആദ്യം പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. നിങ്ങൾ കാടടച്ച് വെടിവെക്കുക അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്താണോ പഠിക്കാനായിട്ട് പോകുന്ന കോഴ്സ് അല്ലെങ്കിൽ എക്സാം, ആ എക്സാമിന് എന്തൊക്കെ ചോദിക്കാനാണ് സാധ്യത, അതിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നാദ്യം ഐഡന്റിഫൈ ചെയ്ത് ആ ടോപ്പിക്കുകൾ, ആ സിലബസ് കൃത്യമായി കവർ ചെയ്യാൻ ശ്രമിക്കണം. അതല്ലാതെ കാടടച്ച് വെടിവെച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടാവണം. ആ സിലബസിൻ്റെ ടോപ്പിക്കുകൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അതിൻ്റെ ഗോൾസ് സെറ്റ് ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് അതിൽ നിന്ന് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. സോ സിലബസ് മസ്റ്റാണ്. സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മൂന്നാമത്തത് ഒരു സ്റ്റഡി പ്ലാനാണ്. ഈ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരാഴ്ച സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? അതായത് കണ്ടോ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ഇങ്ങനെ എഴുതി വെക്കണം. ഓരോ സമയത്തും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ലോങ്ങിൽ ചെയ്യാം, ഒരു 3 മാസത്തേക്കൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ ഒരു വീക്ക്ലി ബേസിസിൽ സെറ്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3 മാസം നിങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്, ഒരു ലോങ് സ്റ്റഡി പ്ലാൻ. ആ 3 മാസം കൊണ്ട് നിങ്ങൾ സിലബസ് അനുസരിച്ച് ഏത് പാർട്ട് വരെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഗോൾ നിങ്ങളുടെ കയ്യിൽ കാണും. 3 മാസം കൊണ്ട് എനിക്ക് ഇന്ന സാധനം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാനുള്ള ടെൻഡൻസി കുറയും. കാരണം എനിക്കൊരു ഗോൾ ഉണ്ട്, എനിക്കൊരു എയിം ഉണ്ട്. അത് 3 മാസം കൊണ്ട് എനിക്ക് ഇന്ന സാധനം ഇന്ന ടൈം പീരീഡിൽ ഇന്ന സമയത്തിനുള്ളിൽ ഇതുവരെയുള്ള പോർഷൻസ് സിലബസിൽ നിന്ന് എനിക്ക് കവർ ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എക്കണോമിക്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, മാത്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഇംഗ്ലീഷ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് നിങ്ങൾക്ക് കിട്ടും ഒരു ലോങ് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ. അതിനുശേഷം നിങ്ങൾ ഒരു ടു ഡു സെറ്റ് ചെയ്യണം, ഡെയിലി സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ലോങ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടും, ഒരു ടു ഡു നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ലോങ്ങിലേക്ക് പഠിക്കാനുള്ള ഗോളും കാണും, ഓരോ ദിവസവും ഗോൾ കാണും. നിങ്ങളെ ഒരു തരത്തിലും പഠനത്തിൽ നിന്ന് വഴി മാറി സഞ്ചരിക്കാൻ സമ്മതിക്കില്ല. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ലോങ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങളുടെ എക്സാം എന്നാണെന്ന് നോക്കാം. ഇപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണെങ്കിൽ 1 വർഷം സമയമുണ്ട്. നിങ്ങൾ ആ ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്യാം. 3 മാസത്തിനുള്ളിൽ ഞാൻ എവിടെ നിൽക്കണം, 6 മാസത്തിനുള്ളിൽ ഞാൻ എവിടെ നിൽക്കണം ഫിക്സ് ചെയ്യും. ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയാണ്, ഒരു 4 മാസമാണ് എക്സാമിന് കിട്ടുക. ആദ്യം 1 മാസത്തിനുള്ളിൽ ഞാൻ എവിടെ നിൽക്കണം, 2 മാസത്തിനുള്ളിൽ ഞാൻ എവിടെ നിൽക്കണം ഫിക്സ് ചെയ്യും. അങ്ങനെ ഓരോ എക്സാമിനും നിങ്ങൾ ലോങ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ ഡെയിലി ടു ഓരോ ദിവസവും ഇന്ന് രാത്രി നിങ്ങൾ ഫിക്സ് ചെയ്യണം, നാളെ ഞാൻ എന്താണ് പഠിക്കുന്നത്. നാളെ രാവിലെ എണ്ണീറ്റല്ല നാളത്തെ കാര്യം പഠിക്കണ്ടേ. പലപ്പോഴും നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നതിന് കാരണം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് കുത്തിയിരുന്ന് ആലോചിക്കാം. ബുക്കും പേപ്പറും എടുത്ത് വെച്ച് ഇങ്ങനെ ആലോചിക്കുക, ഇന്ന് ഞാൻ ഏത് പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം. എക്കണോമിക്സ് പഠിച്ചാൽ കുറച്ച് പ്രശ്നമുണ്ട്, അതിനകത്തിലെ കുറെ സാധനങ്ങൾ മനസ്സിലാക്കാൻ പാടാ. ഇന്ന് കുറച്ച് എളുപ്പമുള്ളത് പഠിക്കാം, എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, രാവിലെ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിക്കണോ മലയാളം പഠിക്കണോ. രാവിലെ ഇരുന്ന് ആലോചിക്കുക, പ്രൊഡക്റ്റീവ് ആവേണ്ട. രാവിലെ 5 മണിക്ക് എണ്ണീറ്റിരുന്ന് ആലോചിക്കുക. പ്രൊഡക്റ്റീവ് ആവേണ്ട, ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവാത്ത വളരെ മനോഹരമായിട്ടുള്ള രാവിലത്തെ മോർണിംഗ് ടൈമിൽ കുത്തിയിരുന്ന് ആലോചിക്കുക, ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, എത്ര സമയം പോകും. അത് ഫിക്സ് ചെയ്യാൻ തന്നെ 1 മണിക്കൂർ പോകും. മക്കളെ, നിങ്ങൾ ഇനി തൊട്ട് മുന്നത്തെ ദിവസം രാത്രി ആലോചിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു തേങ്ങാപ്പിണ്ണാക്കും മനസ്സിലാവാത്ത സമയമുണ്ടല്ലോ. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്ടിവിറ്റിയും കിട്ടാത്ത സമയമുണ്ടല്ലോ. ആ സമയത്തിരുന്ന് പ്ലാൻ ചെയ്യും, നാളെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. കാരണം അത് പ്ലാൻ ചെയ്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമുള്ള സാധനമൊന്നുമില്ല. നാളത്തേക്ക് ഒരു ഷെഡ്യൂൾ ആയിരുന്നേ. ക്ലിയർ അല്ലേ? ആ ഷെഡ്യൂളിനകത്തിൽ വരേണ്ട സാധനങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് പോയി കിടന്നുറങ്ങുക. രാവിലെ എഴുന്നിട്ട് ആ ഇട്ട ഷെഡ്യൂളിനെ വർക്കൗട്ട് ചെയ്യും. പ്രൊഡക്റ്റീവായിട്ട് ആ സമയത്തെ ഉപയോഗിക്കുക. ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ അടുത്ത ദിവസം ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാവും. ഞാൻ പറയുന്നതിന്റെ ആഴം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാനിത് ചെയ്ത് പരിശീലിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കൃത്യമല്ലേ? അപ്പോൾ ഒരു ഡെയിലി ടു ഡു നിങ്ങൾ സെറ്റ് ചെയ്യണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കൂടി ഉണ്ടാവണം കേട്ടോ. ഒരു വാട്ടർ ബോട്ടിൽ കൂടി ഉണ്ടാവണം. വെള്ളം നിങ്ങൾ നന്നായി കൺസ്യൂം ചെയ്യണം, വെള്ളം നന്നായി നിങ്ങൾ കുടിക്കണം. അത് നിങ്ങളെ ഉറപ്പായിട്ടും ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ സഹായിക്കും. അടുത്തത് ക്ലാസ്സസും നോട്ട്സും എക്സാംസുമാണ്. നിങ്ങളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. നിങ്ങൾ ഇനി ഓഫ്ലൈനിൽ പോയാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ചൂസ് ചെയ്യാം. ഓഫ്ലൈനിൽ പോകുമ്പോൾ നിങ്ങളുടെ സമയം കൂടുതൽ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ഓഫ്ലൈനേ പറ്റുള്ളൂ. ശരി, ഓഫ്ലൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ല എങ്കിൽ ഓൺലൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ ഏതാണോ നിങ്ങൾ വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
അവിടെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈം നഷ്ടപ്പെടുത്താത്ത ക്ലാസ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. 1 മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഥയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഗുണമില്ല, നിങ്ങളുടെ സമയനഷ്ടമാണ്. 1 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ 1 മണിക്കൂറും കണ്ടന്റ് തന്നെ കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന A4 സൈസ് ഫുൾ നോട്ട് തരുന്ന ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. അല്ലാതെ അവിടുത്തെ സ്ലൈഡ് തന്നിട്ട് നിങ്ങളോട് ക്ലാസ് നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂറിന്റെ നോട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ 3 മണിക്കൂർ വേസ്റ്റാണ്. 1 മണിക്കൂർ ക്ലാസ്സിന്റെ നോട്ട് ഉണ്ടാക്കണമെങ്കിൽ 3 മണിക്കൂർ പോകും. അതല്ലാതെ A4 സൈസ് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നോട്ട്സ് വേണം, അത് തരുന്ന സ്ഥാപനം ചൂസ് ചെയ്യാം. ഡെയിലി ബേസിസിൽ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എക്സാം തരുന്ന, വീക്ക്ലി ബേസിസിൽ എക്സാം തരുന്ന സ്ഥാപനം നിങ്ങൾ ചൂസ് ചെയ്യാം. ഇത് 3ഉം സൂപ്പർ നോട്ട്സ് ഉറപ്പ് വരുത്തുന്നുണ്ട്. നിങ്ങൾ സൂപ്പർ നോട്ട്സ് ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് ജോയിൻ ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ക്ലാസ്സസ്, ഡെമോ ക്ലാസ്സസ് കിട്ടും, നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ വിളിച്ചാൽ കിട്ടും. ഉറപ്പ് വരുത്ത് ഇവിടെ ഇത് കിട്ടുന്നുണ്ടോ, സൂപ്പർ നോട്ട്സിൽ ഇത് കിട്ടുന്നുണ്ടോ, ക്ലാസ്സസ് ഡെയിലി അല്ലെങ്കിൽ ക്ലാസ്സസ് നോട്ട്സ് A4 സൈസ് എക്സാംസ്, ഇത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 8281223366, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോഴ്സസ് ഒരു സ്ഥലം ചൂസ് ചെയ്യാം. ഇവിടെ സൂപ്പർ നോട്ട്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റഡി പ്ലാൻ ഇവിടുന്ന് തരും, വീക്ക്ലി ബേസിസിലുള്ള സ്റ്റഡി പ്ലാൻ ഇവിടുന്ന് തരും. അപ്പോൾ ഡെയിലി എന്താണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ആ രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ഇവിടെ കിട്ടും. ഇനി വേണ്ട സാധനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഒരു മെൻറ്ററിനെ നിങ്ങൾ ചൂസ് ചെയ്യാം. നിങ്ങൾ ഈ കടന്നു പൊക്കോണ്ടിരിക്കുന്ന വഴിയിലൂടെ ഇതിന് മുൻപ് കടന്നുപോയ ഒരാളെ നിങ്ങൾ കൂട്ടുപിടിക്കുക. നിങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിലൂടെ ഇതിന് മുന്നേ പോയ ഒരാളെ നിങ്ങൾ കൂട്ടുപിടിക്കുക. അപ്പൊ അയാൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് പരാജയപ്പെട്ട ആളായിക്കോട്ടെ, വിജയിച്ച ആളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവർക്ക് പറഞ്ഞു തരാൻ പറ്റും എങ്ങനെയാണ് അവര് ലക്ഷ്യം നേടിയത്, നേടാതിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. സൂപ്പർ നോട്ട്സ് എപ്പോഴും നിങ്ങൾക്ക് മെന്ററിനെ കൂടി അലോട്ട് ചെയ്ത് തരും. നിങ്ങളൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ഒരു മെന്ററിനെ കൂടെ അലോട്ട് ചെയ്ത് തരും. ആ മെന്റർ നിങ്ങളുടെ കൂടെ കാണും മുന്നോട്ടുള്ള ജേർണിയിൽ. അവരോട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അതേപോലെ തന്നെ സൂപ്പർ നോട്ട്സിലെ അമൽ സാർ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഞങ്ങൾ മെന്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ കൂടെ കാണും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളെയും ചൂസ് ചെയ്യാം. അവിടെ മെന്റർ സപ്പോർട്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥാപനത്തിൽ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സിൽ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതും സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവണം, ഷോർട്ട് നോട്ട്ബുക്ക്. നിങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് എഴുതി 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 വെക്കാൻ കഴിയുന്ന ഒരു ഷോർട്ട് നോട്ട്ബുക്ക് നിങ്ങളുടെ ഉണ്ടാവണം, മസ്റ്റായിട്ടുണ്ടാവണം. ആ ഷോർട്ട് നോട്ട്ബുക്ക് ഉപയോഗിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എത്രത്തോളം ആ ഷോർട്ട് നോട്ട് ഉപയോഗിച്ച് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും, റിവിഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെ ഒരു ഷോർട്ട് നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും സാധനങ്ങൾ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായി പഠിക്കാൻ പറ്റും, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞേ, ഒന്നുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തേത് ടൈമർ, രണ്ടാമത്തേത് സിലബസ്, മൂന്നാമത്തേത് സ്റ്റഡി പ്ലാൻ, നാലാമത്തേത് ഡെയിലി ടു ഡു, അഞ്ചാമത്തേത് വാട്ടർ ബോട്ടിൽ, ആറാമത്തെ ക്ലാസ്സസ് നോട്ട്സ് എക്സാംസ് കൃത്യമായിട്ട് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. മെൻറ്ററിനെ ചൂസ് ചെയ്യുക. ദെൻ അതിനുശേഷം ഷോർട്ട് നോട്ട്ബുക്ക് ചൂസ് ചെയ്യുക. ഇത്രയും സംഗതികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നന്നായി പഠിച്ചു പോകാൻ പറ്റും. ഒരു 2 മണിക്കൂറിനെ ഒരു 8 മണിക്കൂർ എന്ന് പറയുന്ന ടൈം സ്പാനിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. കാരണം ഈ സാധനങ്ങൾ നിങ്ങളെ കൃത്യമായി മുന്നോട്ട് നയിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പോമഡോറോ പോലുള്ള ടെക്നിക്കുകൾ കൂടി യൂസ് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഏത് എക്സാമും ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ട് എങ്കിൽ സൂപ്പർ നോട്ട്സിൽ ഇപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഓഫ് നടക്കുകയാണ്. 20% ഓഫർ എല്ലാ കോഴ്സുകൾക്കും ഉണ്ട്. ഞാൻ കോഴ്സുകൾ കാണിച്ചു തരാം. കണ്ടോ, കോഴ്സുകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൃത്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ എന്നെ മൂലക്കോട്ട് മാറ്റി വെച്ചു. യെസ്, കണ്ടോ, നോക്കിയേ, ഓഫർ പ്രൈസ് നോക്കിയേ. LDC ബാച്ചിലേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ നോർമൽ പ്രൈസ് 2999 രൂപയാണ്. പക്ഷേ ഇപ്പോഴത് 1999 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ടാർഗറ്റ് ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, അതായത് പഞ്ചായത്ത് സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ പോലുള്ള ബാച്ചാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ 4999 ഒറിജിനൽ പ്രൈസ്. ഇപ്പോഴത് 3999 രൂപയ്ക്ക് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ 3999 രൂപയാണ് ഒറിജിനൽ പ്രൈസ്. 3199 രൂപ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
ഇത് നിങ്ങൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 2499 ഒറിജിനൽ പ്രൈസ്. 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് SBCID പോലെയുള്ള മൂന്നിനും കൂടി ചേർത്തുള്ള കോംബോയാണ് വേണ്ടത് എങ്കിൽ 2499 ഒറിജിനൽ പ്രൈസ്. 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ LDC ഗോൾഡ് ബാച്ചാണ് വേണ്ടത്. ഒരു പേഴ്സണൽ നമ്മുടെ വൈഷ്ണവ് സാറിന്റെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ 4999 രൂപയുടെ ബാച്ച് 3999 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് ആണെങ്കിൽ 5500 രൂപയുടെ ബാച്ചാണ്. അത് നിങ്ങൾക്ക് 4400 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 5500 രൂപയുടെ ബാച്ച് 4400 രൂപ. ഏതാണ്ട് ഒരു 1100 രൂപ അവിടെ നിങ്ങൾക്ക് കുറവ് കിട്ടും. ഈ രീതിയിലാണ് സൂപ്പർ നോട്ട്സിന്റെ PSC ബാച്ചുകൾ. 13 ഇന്ന്, നാളെ 15, 16 ഇത്രയും ദിവസങ്ങളിലായിട്ടാണ് ഓഫർ ഉള്ളത്. 4 ദിവസമാണുള്ളത്. 400 സീറ്റുകൾ, 400 കൂപ്പൺ ആക്റ്റീവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 250 തീർന്നുപോയി. അപ്പൊ നമ്മൾ നേരത്തെ ഓഫർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരുപാട് കുട്ടികൾ വിഷമം പറഞ്ഞു. നമ്മൾ ഇത്തവണ 400 സ്ലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന സ്ലോട്ട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ജോയിൻ ചെയ്യാം. ഒന്ന്, ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ നിങ്ങളുടെ സ്ലോട്ട് അവിടെ ബുക്ക്ഡ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളോട് കൃത്യമായി പറഞ്ഞ് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്, സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. അവിടെ ഓൾറെഡി ഒരു കൂപ്പൺ കോഡ് വന്ന് കിടക്കും. ഈ IND 2026 ഒരു കൂപ്പൺ കോഡ് വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ ഒറിജിനൽ പ്രൈസ് ആ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പ്രൈസ് കുറഞ്ഞ് 20% ഡിസ്കൗണ്ട് പ്രൈസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം മക്കളെ. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. 2-3 ദിവസം കൂടെ ഉള്ളൂ. 400 സ്ലോട്ടേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിക്കോ. ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പ്രോപ്പറായിട്ട് പഠിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റട്ടെ. മാക്സിമം വാശിയോടുകൂടി പഠിച്ച് മാർക്ക് നന്നായി കയറ്റാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പഠിച്ചു പോകാനായിട്ട് പറ്റട്ടെ. നമുക്ക് ബാച്ചിൽ കാണാം, കോഴ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.